കോഴിക്കോട് വെള്ളയിൽ ശ്രീകാന്ത് കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിൽ. ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, നഗരത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ഓട്ടോ ഡ്രൈവർ ശ്രീകാന്തിന്റേത്. ഇപ്പോൾ ആരാണ് പിടിയിലായിരിക്കുന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ജിൽസി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് നാടിന് നടുക്കിയ കൊലപാതകം ഉണ്ടാകുന്നത്. കോഴിക്കോട് പണിക്കർ റോഡിൽ, വെള്ളയിൽ പണിക്കർ റോഡിൽ ഗാന്ധി റോഡ് സ്വദേശി ശ്രീകാന്താണ്, ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ ഓട്ടോ നിർത്തിയിട്ടതിന് സമീപം തന്നെ റോഡരികിലാണ് വെട്ടേറ്റ് ചോര വാർന്ന നിലയിൽ നാട്ടുകാർ ഞായറാഴ്ച പുലർച്ചെ ശ്രീകാന്തിനെ കണ്ടെത്തുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും 2 ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസുമായി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വെള്ളയിൽ സ്വദേശി ധനീഷ് എന്നയാളാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. എന്നാൽ ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നത്. എന്തായാലും സ്ത്രീ വിഷയവുമായി അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ശ്രീകാന്തിനെ കൊലപ്പെടുത്താൻ ഉള്ള കാരണമായി അന്വേഷണ സംഘം പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ശ്രീകാന്ത് കൊല്ലപ്പെട്ട അന്ന് ഈ ശ്രീകാന്തിന്റെ ഓട്ടോറിക്ഷയിൽ ഇയാളുടെ ഒരു സുഹൃത്ത് മദ്യപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിൽ പോലീസും നാട്ടുകാരും കണ്ടെത്തിയിരുന്നു. ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും അയാൾക്കൊന്നും അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന മൊഴിയിലാണ് ഇയാൾ ഉറച്ചു നിന്നത്. അതുമായി ബന്ധപ്പെട്ടും പോലീസ് വ്യക്തത വരുത്തുന്നുണ്ട്. നിലവിൽ ഈ പിടിയിലായ പ്രതിക്ക് മാത്രമാണ് കേസുമായി ബന്ധമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കൊല്ലപ്പെട്ട ശ്രീകാന്ത് നേരത്തെ എലത്തൂർ സ്റ്റേഷൻ പരിധിയിലെ ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അടക്കം പോലീസ് അന്വേഷിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരുടെ കൊലക്ക് കാരണം എന്നതടക്കം പോലീസ് അന്വേഷിച്ചിരുന്നു. മാത്രമല്ല ശ്രീകാന്ത് ഉപയോഗിക്കുന്ന കാറ് ഈ കൊലപാതകത്തിന് 2 ദിവസം മുമ്പ് അജ്ഞാതർ തീയിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ശരി, എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രതി വെള്ളയിൽ സ്വദേശി ധനീഷിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൊലപാതക കാരണം അടക്കമുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്നാണ് സൂചന. ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്.